കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷമർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: സൂക്ഷിച്ചു കൊള്ളുക, സാവധാനമായിരിക്കുക. പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം അരാമിൻ്റെയും രസീൻ്റെയും രമല്യാവിൻ മകൻ്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. നിന്റെ ധൈര്യം ക്ഷയിച്ചു പോകുകയും അരുത്. ഈ വാക്യങ്ങൾ അനുഗ്രഹീതമാണ്. സ്തോത്രം. നമുക്കറിയാം, യഹൂദ ജനത്തിന് വിരോധമായിട്ട് കയറി വന്ന രണ്ടുവിധ ശക്തികൾ ഉണ്ടായിരുന്നു. അന്ന് അരാം സൈന്യം, അരാമിൻ്റെ ശക്തി യഹൂദ ജനത്തിനെതിരെ വിരോധമായിട്ട് വന്നു. ഇസ്രായേലിലെ രാജാവായ രമല്യാവിൻ്റെ മകനായ പേക്കഹ് എന്ന് പറഞ്ഞ മനുഷ്യനും കൂടെ അരാമിനോട് ചേർന്ന് യഹൂദ നാടിന് വിരോധമായിട്ട് വരുന്ന ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആ രണ്ട് വ്യക്തികളെയോ രണ്ട് ശക്തികളെയോ യെശയ്യാവെന്ന പ്രവാചകൻ വിളിച്ചു പറയുന്നിരിക്കുന്നതാണ് പുകയുന്ന രണ്ട് മുറിക്കൊള്ളികൾ നിമിത്തം. അത് തീക്കട്ടയെന്നും സ്തോത്രം ഒക്കെ പറയുന്ന പ്രയോഗങ്ങൾ ഉണ്ട്. പക്ഷേ അവിടെ മുറിക്കൊള്ളികൾ എന്നുള്ള വിശേഷണം നമ്മൾ മലയാളത്തിലേക്ക് അത് ചിന്തിക്കപ്പെടുമ്പോൾ ഇങ്ങനെ പറയുന്നത് അത് കരിഞ്ഞു പോയതാണ്, സ്തോത്രം, തകർന്നതാണ്. അതിനെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അതിനെ പ്രതി യഹൂദ ഭയപ്പെടുന്ന ഒരു മേഖലയെ നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നാണ് ഇതിനകത്തുള്ള ആത്മീക ചിന്ത. അവിടെ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം: പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം നീ എന്ത് ചെയ്യരുത്, ഭയപ്പെടരുത്. എന്തുവാണ് ഈ പുകയുന്ന മുറിക്കൊള്ളി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, പലപ്പോഴും നേരിട്ട് നമുക്ക് വിരോധമായിട്ട് വരുന്ന ചില പ്രതിസന്ധികളുണ്ട്, അല്ലേ? വ്യക്തികളാലോ സമൂഹത്താലോ ചുറ്റുപാടുകളാലോ ചിലപ്പം അകത്തു നിന്നോ പുറത്തു നിന്നോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചില പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഫൈറ്റിംഗ് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നമുക്കെതിരെ കയറി വരുന്ന പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷേ ഈ പലപ്പോഴും പുകയുന്ന മുറിക്കൊള്ളി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ പുകയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഗ്യാസ് വന്നതുകൊണ്ട് ഈ സ്തോത്രം വിറകടുപ്പ് പുകയുക എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമല്ല. പക്ഷേ ഒരു കാര്യം, ഈ അടുപ്പൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമുക്ക് ഈ ചില വിറകുകൾ അതിനകത്ത് എടുത്ത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ചിലപ്പോൾ ഇച്ചിരി നനവുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അതിനകത്ത് ഇച്ചിരി പച്ചയുടെ അംശമുണ്ടെങ്കിലോ അവർ കത്തത്തില്ല. അപ്പോൾ ആ കത്തുന്നതിന് മുൻപായിട്ട് ആ കത്തുന്നതിന് വേണ്ടി നൽകുന്ന ഒരു പ്രോസസ്സിനെ പുകയെന്ന് പറയാൻ. അപ്പോൾ ഈ പുക വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്നതാണ്, നമ്മുടെ കണ്ണ് അസ്വസ്ഥമാകും. ഒരുപക്ഷെ നമുക്കവിടെ നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഒരു വലിയ ഡിസ്റ്റർബൻസ് നമുക്കെതിരെ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകും. അസാധാരണമായ ഫൈറ്റിംഗ് അല്ല, അസാധാരണമായ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അല്ല. പക്ഷെ പുകയുന്ന അനുഭവം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമെന്നുള്ളത് സത്യമാണ്. ഇവിടെയും യഹൂദ നാടിന് വിരോധമായിട്ട് വന്ന സ്തോത്രം ഇസ്രായേൽ രാജാവായ പേക്കഹും അതുപോലെ അരാം രാജാവായ ഈ രസീനും എന്ന് പറയുന്ന വ്യക്തികൾ യഹൂദ ജനത്തെ അസ്വസ്ഥമാക്കുകയാണ്. പുകയ്ക്കുന്നത് പോലുള്ള ഒരു അനുഭവം അവരുടെ ജീവിതത്തിനകത്തേക്ക് കയറി വന്നു. പക്ഷെ അവർ നോക്കി യെശയ്യാവെന്ന ദൈവത്തിൻ്റെ പ്രവാചകൻ ശക്തിയോടൊരു ദൂത് കൈമാറുകയാണ്: പുകയുന്ന ഈ രണ്ട് മുറിക്കൊള്ളി നിമിത്തം നീ ഭയപ്പെടരുത്. സ്തോത്രം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു ദൂത് ഞാൻ നിങ്ങളുടെ ആത്മാവിൽ കൈമാറുകയാണ്. ചില മേഖലകൾ നമ്മളെ അസ്വസ്ഥമാക്കുന്നുണ്ടായിരിക്കാം. നേരിട്ടുള്ള ഫൈറ്റിംഗ് അല്ല, അസാധാരണമായ യുദ്ധങ്ങളല്ല, സ്തോത്ര പ്രവൃത്തിപഥത്തിൽ വെളിപ്പെട്ടു വരുന്ന പോരാട്ടങ്ങളല്ല. പകരം നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, ജീവിതത്തിൻ്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന തരത്തിൽ വരപ്പെടുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ പുകയുന്ന മുറിക്കൊള്ളികളെ ദൈവം നീക്കം ചെയ്യുമെന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് യഹൂദ ജനത്തോട് ദൈവം പറയുകയാണ്: നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ച് പോകരുത്. അത് നമ്മൾ ആ വാക്യം അങ്ങനെ പറയുന്നല്ലേ, നിന്റെ ധൈര്യം എന്ത് ചെയ്യരുത്, ക്ഷയിച്ച് പോകരുത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിധ വിഷയങ്ങളെ കണ്ട് പേടിക്കേണ്ട, ഭയപ്പെട്ട് പോകേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട. ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം ശക്തനാണ്. അതുകൊണ്ട് ഒരു ദൈവപ്രവർത്തിക്കായിട്ട് കാത്തിരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആവാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.